കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ 2024 ഏട്ടൻ പൊട്ടിച്ച ഒരു അമിട്ടിനെ പറ്റിയാണെങ്കിൽ ഇന്ന് പറയാൻ പോകുന്നത് 2024 അവസാനത്തെ ഏട്ടൻ ഉണ്ടാക്കി വെച്ച ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ്. മഹാദുരന്തം. ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? അതെ ഗൈസ്, ഏട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്ത്, ഏട്ടൻ തന്നെ പാട്ടുപാടി, ഏട്ടൻ തന്നെ അഭിനയിച്ച്, ഏട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മഹാദുരന്തം. അയ്യോ, എന്താണ്ട് മറന്നല്ല. എന്താ അല്ലേ? അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എന്ത് ചെയ്താലും ഊക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തന്നെ ഇതൊക്കെ ചെയ്ത് ഊക്ക് മേടിക്കാനും ഒരു ധൈര്യമൊക്കെ വേണം. എന്നെ ഊക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലുമെന്ന് പറഞ്ഞ രീതിയിൽ ഇറക്കി വിട്ടൊരു അപരാധിക്കൽ. പക്ഷെ ഈ പടം കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ അതോ കുട്ടികളെടുത്താണോ? വളരെ കൊച്ചു കുട്ടിയുടെ ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രം സംവിധാനം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലേട്ടനേക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല. എന്ത് ചെയ്യാനാണെന്ന് പറ മോനെ. ഏട്ടന്റെ ഭാഗ്യം ഓർക്കണേ, കുട്ടികൾ വരെ ഊക്കി വിട്ടു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങി പോയി. പറയാനുള്ളത് ലാലേട്ടൻ ഇടയ്ക്ക് മൊട്ടച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. അമ്മാരി ഒരു ഉളപ്പാടം. 150 കോടി ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തേങ്ങ ഇതിനകത്തുള്ളത്? 150 കോടിക്ക് ഒരു നാടകം എടുത്തു വെച്ചേക്കുന്നു, അല്ല വേറൊന്നും ഇല്ല ഇതില്. എന്തൊക്കെയോ ഭദ്രമായി സൂക്ഷിച്ച് കെട്ടിയെടുത്തു വെച്ചിരിക്കുന്നു. പൗരാണികതയുടെ മകുടോദാഹരണമായ കെട്ടിട സമുച്ചയം. സുഹൃത്തുക്കളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടങ്ങുകയായി. ആശീർവാദ് സിനിമാസും ഏട്ടനും അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. സംഭവം എന്തോന്ന് വെച്ചാൽ, ഏട്ടൻ ദിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ഒരു ഭൂതമാണ്. പുള്ളിയുടെ തലമുറയിലുള്ള ആരെങ്കിലും വരുമ്പോൾ താക്കോൽ കൊടുത്ത് നൈസായിട്ട് സ്ക്യൂട്ടാവാന്ന് വെച്ചിരിക്കുന്ന ഒരു ഭൂതം. പക്ഷെ പുള്ളിക്കാരനൊരു ഭൂതമല്ല ഗൈസ്, ഭൂതമാക്കിയതാണ്. അതേ ഗൈസ്, ഏട്ടൻ്റെ തമ്പുരാൻ തന്നെ ഏട്ടനെ അവിടെ കൊണ്ടിരുത്തി ഷർട്ടെല്ലാം ഊരി പുറത്ത് പിച്ചാത്തി കൊണ്ട് കുത്തിക്കീറി അതിനകത്തേക്ക് 2 പാമ്പുകളെ അങ്ങ് വിട്ടും. അപ്പോൾ തന്നെ ആ പാമ്പുകൾ ബെറോസിന്റെ തലയിൽ കയറി സമാധിയാവും. അങ്ങനെ ഏട്ടൻ ഭൂതമായി മാറുകയാണ് ഗൈസ്. എന്നിട്ട് ആ താക്കോൽ കൂട്ടം ബെറോസിന്റെ കയ്യിലേൽപ്പിച്ച് അടുത്ത വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞ് ഡിഗാമ തമ്പുരാൻ നൈസായിട്ട് സ്കൂട്ടാവും. പാവേട്ടൻ ഗൈസ് 380 വർഷം ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ദിഗാമയും വന്നില്ല, വേറൊരു മോനും വന്നില്ലെന്നറിഞ്ഞ ഏട്ടനെ കിടത്തിയിരുന്ന സമാധിയിൽ നിന്ന് ചാടിപ്പുറത്ത് വരികയാണ്. അതാണ് ഗൈസ് ഇൻട്രോ. മലൈക്കോട്ട വാലിബലിലെ എൻട്രി തിയേറ്ററിൽ പിടിച്ച് കുലുക്കാൻ കഴിവുള്ളതാണെങ്കിൽ ഈ എൻട്രി ഫാൻസുകാർ തലയിൽ മുണ്ടിട്ട് ഓടാനുള്ള വകുപ്പുണ്ടാക്കിയതാണ്. ദിഗാമ തമ്പുരാന്റെ വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബറോസ്. സംഭവം ഇതൊക്കെയാണേലും ഡിഗാമ തമ്പുരാന് ബെറോസിനോട് വലിയ സ്നേഹമായിരുന്നു. കാരണം ഇവിടെ ബെറോസിനെ ഒറ്റയ്ക്കല്ല വിട്ടത്, കൂടെ ഒരു കുട്ടിച്ചെകുത്താനും കൂടെ ഉണ്ടായിരുന്നു. ബെറോസിന്റെ ഉളത്തരം കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് ഈ കുട്ടിത്തേങ്കാവിന്റെ ഉളത്തരം. എന്ത് വെറുപ്പിരാടാ ഇവൻ. ചക്രവാളത്തിനുമപ്പുറം അറബിക്കടലിനും അക്കരെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അന്നും ഇന്നും എന്നും എന്തായാലും മഹാസംഭവമാണ്. 150 കോടിക്ക് എടുത്തിട്ട് 10 കോടി പോലും തിരിച്ചു പിടിക്കാത്ത മഹാപരാധം. സംവിധാനത്തിൽ ഏട്ടന്റെ കഴിവുകൾ സിനിമ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലേട്ടനേക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല. ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എന്റെ അറിവിൽ ഏറ്റവും നല്ല ആള് ലാലേട്ടനാണ്. ഞാൻ മറക്കില്ലോടോ ഗോമസേ, തനിക്കും തരും ഞാൻ 5 കോടി. അങ്ങനെ ഈ അപരാധങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാവും താക്കോലിന്റെ അവകാശി വന്നെത്തുന്നത്. അതെ, ഈസ, കൂടെ കൊടീശ്വരനായി അവിടെ അച്ഛനും. ഈസ എന്ന് പറയുന്ന കുട്ടി വളരെ തലതെറിച്ചൊരു കുട്ടിയാണ്. അങ്ങനെ ഇവൾ കുറച്ച് ടെററാന്ന് അറിയിക്കാൻ ഏട്ടന്റെ വക കുറച്ച് പൊടിക്കൈകൾ. ഒരു പ്രത്യേക ടൈപ്പാണ്. സ്കൂളിൽ അടിപിടി ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന കുട്ടികളുടെ നിന്ന് ഭക്ഷണം മേടിച്ച് എറിയുക, എന്തിന് ടീച്ചർമാർക്ക് നേരെ വാണം വിടുക. ഏട്ടന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. അങ്ങനെ ഈസ അവിടെ കാലുകുത്തുന്നതും ബെറോസിന്റെ സെൻസർ വഴി അതാണ് നിധിയുടെ അവകാശിയെന്ന് കണ്ടെത്താനായി
അതിനുശേഷം ഇസ പോകുന്നിടത്തെല്ലാം ബെറോസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസയ്ക്ക് മാത്രമേ ബെറോസിനെ കാണാൻ പറ്റൂ. ബാക്കി ഒരാൾക്കാർക്കും ബെറോസിനെ കാണാനാവില്ലെങ്കിലും ബെറോസ് നിൽക്കുന്നിടത്തുനിന്ന് മാറി നിൽക്കാനും ബെറോസ് നടക്കുമ്പോൾ വഴിമാറി കൊടുക്കാനും ആ നാട്ടുകാർക്ക് നല്ല മനസ്സായിരുന്നു. അങ്ങനെ ഇസയുള്ളിടത്തേക്ക് ബെറോസ് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഒരു VIP തെള്ളിയിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കി ബെറോസ് ഓടും. ഇസയ്ക്ക് മാത്രമേ ബെറോസിനെ കാണാൻ പറ്റുള്ളൂ. ഇസയും പുറകെ ഓടും. എന്നിട്ട് അങ്ങേരി പറക്കുന്നതും ഭിത്തിക്കകത്തൂടെ വരുന്ന കോക്കാപ്പിച്ചയൊക്കെ കാണിച്ചിട്ടും അത് ഭൂതമാണെന്നോ പ്രേതമാണെന്നോ ഒന്നും ഇവൾക്ക് മനസ്സിലാകത്തില്ല. പാവം ബുദ്ധിയില്ലാത്ത കുട്ടിയാന്ന് തോന്നുന്നു. ഇതെന്തോന്ന് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വിട്ടേ? എങ്ങനാടാ ഇങ്ങനൊക്കെ പടച്ചുവിടാൻ തോന്നുന്നത്? പണ്ട് ചെറിയ കീപാഡ് നോക്കിയയുടെ മൊബൈലിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, ഒരു കുരങ്ങ് ഇങ്ങനെ മരം കയറി പോന്നെ. ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത്. എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, 150 കോടി തെള്ളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏട്ടൻ നമുക്ക് വേണ്ടി വലിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ ഇങ്ങനെ വരാൻ പറഞ്ഞത്, ഒക്കെ പറഞ്ഞു തരാം. ഏട്ടൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ. അങ്ങനെ കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന തെങ്ങിൻ്റെ മേളിലിരുന്നുകൊണ്ട് ഏട്ടൻ ഇസയെ കടലിലേക്ക് വരാൻ വിളിക്കും. ഗ്രൗണ്ടിൽ കൂടെ ഓടുന്ന പോലെ അവൾ കടലിൻ്റെ നടുവിലൂടെ ഒരു ഓട്ടമാണ്. You think I'm lying? You just wait. I'll show you what I'm keep. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? എന്നിട്ട് നോക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു കുട്ടിച്ചാത്തനാണ്. നോക്ക് വെള്ളത്തിന്റെ മേളിൽ കയറി നിൽക്കുമ്പോഴും ആ മുഖത്ത് അതിന്റെ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടോ നോക്ക്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. Think the limit. ഹായ് അപ്പൂപ്പൻഡാഡി. ഒന്ന് പോടോ കിളവാ. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. ഈ വർത്താനം കേട്ടതും ഏട്ടൻ അവളെ കടലിലേക്ക് പിടിച്ച് തെള്ളിയങ്ങിടും. എന്തിനാണ് കൊച്ചിനെ നല്ല കൊച്ചാക്കാൻ ഏട്ടൻ പെട്ടാപ്പാട് വിടുന്നുണ്ട്. ഏട്ടക്കൊരു ഗാനമേളയൊക്കെ ഉണ്ട് രണ്ടൂടെ. അൺസഹിക്കബിൾ. തെളിയൂ വെൺതാരമേ അരുവിലി ഒടുവിലി കടലു പുൽകിയലിയാറാ. സകൃതഗിരി ബെറോസിന്റെ കരയവരാതം കഴിഞ്ഞു. ഇനി ഇസയുടെ കടലവരാതം. എന്തുവാടാ ഇതൊക്കെ കണ്ടിട്ട് ഡോറ ബുജ്ജി പോലും തല കുനിച്ചതാണ് കേട്ടത്. ഈ പടത്തിലെ ഗുരു സോമസുന്ദരത്തിന്റെ റോള് കണ്ടപ്പോഴാണ് ഏട്ടന് പുള്ളിക്കാരനോട് നല്ല രീതിയിൽ എന്തോ ദേഷ്യമുള്ള പോലെ തോന്നിയത്. വെറും കോമാളിയാക്കി കളഞ്ഞു. എങ്ങോട്ട് നോക്കാൻ? പടത്തിലെ മെയിൻ വില്ലത്തി ഒരു ആഫ്രിക്കൻ കൊച്ചേട്ടത്തി. സംഭവം ഒരു വില്ലത്തിയാണെങ്കിലും നല്ല മനസ്സുള്ളവരാണ്. അവരെ കൊണ്ട് ഒരു ശല്യവും ഏട്ടനുണ്ടാവുന്നില്ല. പിന്നെ ക്ലൈമാക്സിൽ ഡിഗാമ തമ്പുരാൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ഏട്ടനിട്ട് ഒരു പണി കൊടുക്കാൻ വിടുമെന്നല്ലാതെ അവരെ കൊണ്ട് ഒരു ശല്യവും ബെറോസിനുണ്ടാകുന്നില്ല. അങ്ങനെ ഈ അപരാധത്തിൻ്റെ ക്ലൈമാക്സ് ആയി ഗൈസ്. ഓഹോ ഹൈർ ആയല്ല, ഇത്രയും കണ്ടിരുന്ന പാട് നമുക്കറിയാം. ക്ലൈമാക്സിൽ നമ്മുടെ ആഫ്രിക്കൻ കൊച്ചെടുത്തി ഡിഗാമ തമ്പുരാൻ്റെ രൂപവും പോരാത്തതിന് 2 റോബോട്ടുകളെയും കൂടെ ബെറോസിനെ തകർക്കാൻ പറഞ്ഞയക്കുകയാണ്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഗംഭീരമായിരുന്നു. ഈ അടുത്തെങ്ങും ഒരു ഫൈറ്റ് കണ്ട് ഇത്ര ഇറച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. ഏട്ടൻ്റെ ഒരു കലാവിരുദ്ധ ഓർക്കണം ഗൈസ്. അങ്ങനെ ഈ വെറുപ്പീര് കണ്ടിരുന്ന ആ കുട്ടിച്ചാത്തൻ തന്നെ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ മേളിൽ കയറി കിടന്ന് ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ ഏട്ടൻ റോബോട്ടുകളെയും ആ ദുരാത്മാവിനെയും ഒക്കെ കൊന്ന് നീതിയുടെ താക്കോൽ ഇസയ്ക്ക് കൊടുത്ത് മിന്നാമിനുങ്ങളായിട്ട് അവിടെ നിന്ന് അങ്ങ് പറന്നു പോകും. മിന്നടി മിന്നടി LED ബൾബ് മിന്നും ഹാലജൻ ലൈറ്റ് മുങ്ങടി ലോൺ എടുത്തിട്ട് മുങ്ങടി. ശേഷം കാണിക്കുന്നത് ഇസ വളർന്ന് വലിയ കുട്ടിയാകുന്നു. പിന്നീട് അതിലെ ഞാവകം പാടിക്കൊണ്ടിരുന്ന മുരളിയെ വിളിച്ചു വരുത്തി അവർ തമ്മിലുള്ള ഒരു സംഭാഷണവും കഴിഞ്ഞ് കുറെ മിന്നാമിനുങ്ങളെയും ചൂണ്ടിക്കാണിച്ച് ഈ നാടകത്തിന് തിരശ്ശീലയിടുന്നു. മിന്നടി മിന്നടി LED ബൾബ് മിന്നും ഹാലജൻ ലൈറ്റ് മുങ്ങടി ലോൺ എടുത്തിട്ട് മുങ്ങടി. ഇനി ഞാവകം മുരളി എങ്ങാനും ആകുമോ അടുത്ത കുട്ടിച്ചാത്തൻ? കാത്തിരുന്ന് കാണാൻ ഗൈസ്. ഇതുപോലത്തെ ഒരു മികച്ച സംഭവത്തിനായി. സത്യം പറഞ്ഞ ഈ സിനിമ കണ്ടപ്പോൾ 2 എണ്ണം കൂടുതൽ പറയണമെന്ന് തന്നെ വിചാരിച്ചതാണ്. എന്തു പറയാനാണ് ഇതിനകത്ത്? ഈ സിനിമയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഒന്നും പറയാനും തോന്നുന്നില്ല. കോപ്പ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയക്കോട്ടെ വാലിബനൊക്കെ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കേണ്ടതായിരുന്നു.